സാത്താൻ കെട്ടിയിട്ട പട്ടിയാണ്. കെട്ടിയിട്ട പട്ടി നമുക്കറിയാം, നമ്മളതിനെ അമിതമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ ഒരു പട്ടിയുടെ സൈസ് കണ്ട് ഞാനും ഇങ്ങനെ ഇച്ചിരി ഒന്ന് പേടിച്ച് നിൽക്കുന്ന കണ്ടപ്പം അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞൊരു കാര്യം, അച്ഛാ അത് കടിക്കാൻ പോയിട്ട് കുരയ്ക്കത്ത് പോലുമില്ല, സൈസേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഒന്നുകൊണ്ട് പേടിക്കണ്ട. വേറെ ചില പട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും കെട്ടിയിട്ടിരിക്കുന്നത് അല്ലെ കൂട്ടിൽ കിടക്കുന്ന പട്ടി, പക്ഷെ അവിടെ കിടന്ന് കുരയ്ക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പേടി വരും. സാത്താനെ കുറിച്ച് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ സൂചിപ്പിച്ച ഒരു കാര്യം, അഗസ്തീനോസ്, വിശുദ്ധ അഗസ്തീനോസും അതേ കാര്യം പങ്കുവച്ചിരിക്കുന്ന കാണാൻ സാധിക്കും. സാത്താൻ എന്ന് പറഞ്ഞാൽ കെട്ടിയിട്ട പട്ടിയാണ്. കെട്ടിയിട്ട പട്ടിയുടെ പ്രത്യേകത, അതിൻ്റെ ആ ഒരു അധികാര സീമയുണ്ട്, അത് വിട്ടു പുറത്തോട്ട് വരാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടല്ല, അങ്ങനെ ചെന്നിട്ട് ഈ പട്ടിയെ താലോലിക്കാനോ അതിൻ്റെ അടുത്ത് പോയി നിൽക്കാനോ ഒക്കെ നമ്മൾ പരിശ്രമിച്ചാൽ ചിലപ്പോൾ കടി കിട്ടിയെന്ന് വരും. അല്ലാത്തടത്തോളം കാലം ഈ പട്ടിക്ക് നമ്മളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല, കാരണം അത് കെട്ടിയിട്ടിരിക്കുന്നതാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നമ്മൾ സാത്താനെ ഭയപ്പെട്ട് കഴിയേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ജാഗ്രത പുലർത്തി അവൻ്റെ അടുത്തേക്ക് പോകാതെ, അവന് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രവേശന കവാടം കൊടുക്കാതെ ശ്രദ്ധാപൂർവം ജീവിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. നമുക്കിതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ആദ്യത്തെ കാര്യം, ശരിക്കും സാത്താനെ തളച്ചത്, കെട്ടിയിട്ടത് ആരാണ്? യേശുക്രിസ്തു. അവനെ പരാജയപ്പെടുത്തി അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചവനാണ് യേശുക്രിസ്തു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടത് യേശുവിലേക്കാണ്. ആ യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയാണ്. ഓവറായിട്ട് നമ്മൾ സാത്താനെക്കുറിച്ച് ചിന്തിച്ചോ അവനെക്കുറിച്ച് പറഞ്ഞോ നടക്കേണ്ട കാര്യമില്ല. കാരണം അതിലേറെ നമ്മൾ സംസാരിക്കേണ്ടത് യേശുവിനെക്കുറിച്ചാണ്. യേശു പരാജയപ്പെടുത്തിയവനാണ്, തളച്ചിട്ടവനാണ് സാത്താൻ എന്ന കാര്യം നാം ഒരിക്കലും മറക്കരുത്. 1 യോഹന്നാൻ 5-ാം അധ്യായം 18-ാമത്തെ വചനം വീണ്ടും നമുക്ക് ഓർക്കാം. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. പറയുണ്ട് യേശുവിനോട് ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുക, പരിശ്രമം നടത്തുക, അതാണ് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. അമിതമായിട്ട് സാത്താനെ ഭയപ്പെട്ടാൽ വെറുതെ ആ ഭയം പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം, രോഗാവസ്ഥകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമുക്ക് സാധാരണക്കാരെ പോലെ ജീവിക്കുന്നതിന് തടസ്സം പോലും ഈ അകാരണമായ ഭയത്തിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. രണ്ടാമതൊരു കാര്യം, സാത്താൻ നമ്മെ ഭയപ്പെടണം, അല്ലാതെ നമ്മൾ സാത്താനെ ഭയപ്പെടുകയല്ല ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ ദൈവമക്കൾ ജീവിക്കേണ്ടതുപോലെ ജീവിച്ചാൽ നമ്മെ കാണുമ്പോൾ സാത്താൻ ഭയപ്പെടും. അതാണ് സംഭവിക്കേണ്ടത്. ആ ഒരു ബോധ്യമുള്ളവർ ഒരിക്കലും സാത്താനെ പേടിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മെ കാണുമ്പോൾ സാത്താൻ ഭയപ്പെടണം. സാത്താൻ ഭയപ്പെടുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം പിടിച്ചാൽ നമ്മെ കാണുമ്പോൾ സാത്താൻ ഭയപ്പെടും. നമ്മളാരും അവനെ പേടിച്ചോടേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യമാണ് എളിമ. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, എളിമ സാത്താനെ വിരട്ടി ഓടിക്കും. നമ്മളതിനെ വിരണ്ടോടുക, അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മെ കാണുമ്പോൾ സാത്താൻ വിരണ്ടോടും. അതിനെ എളിമ നമ്മുടെ മുഖമുദ്രയാക്കി മാറ്റണം. എളിമപ്പെട്ട് ജീവിക്കാൻ, വിനയത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ തന്നെ സാത്താന് ഭയമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ലൂക്കാ 14:11 18:14 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവനോ ഉയർത്തപ്പെടും. നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് അഹങ്കരിക്കാൻ നോക്കിയിരിക്കുകയാണ് സാത്താൻ. കാരണം അതിലൂടെ അവന് നമ്മളിലേക്ക് ഒരു പ്രവേശന കവാടം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രഭാഷകൻ 3:18 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. പറയുണ്ട് എളിമ നമ്മുടെ മുഖമുദ്രയായാൽ, കറതീർന്ന എളിമയുടെ ഉടമയായിട്ട് നമ്മൾ മാറിയാൽ സാത്താന് നമ്മെ കാണുമ്പോൾ ഭയമായിരിക്കും. നമ്മൾ സാത്താനെ പേടിക്കേണ്ട ഒരാവശ്യവും വരത്തില്ല. രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രാർത്ഥന. നല്ല പ്രാർത്ഥനയുള്ളവരെ കണ്ടാൽ സാത്താന് പേടിയാണ്. അവരിൽ നിന്നും സാത്താൻ ഓടി അകലും. ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല സ്തുതിപ്പ്, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ദുഷ്ടശക്തികൾ ഓടി. കാരണം പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ അവന് നിൽക്കാൻ പറ്റത്തില്ല. നല്ല പ്രാർത്ഥനാ ജീവിതമുള്ളവരെ കാണുന്നത് സാത്താന് ഭയമാണ്. വിശുദ്ധ ക്രിസോസ്റ്റം അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നേടിത്തരുന്ന അതിവിശിഷ്ടമായ കാര്യങ്ങളുണ്ട്. 1, പ്രാർത്ഥിക്കുന്നവർക്ക് അസാധ്യ കാര്യങ്ങൾ സാധ്യമാകും. 2, പ്രാർത്ഥിക്കുന്നവർക്ക് ദുഷ്കരമായ കാര്യങ്ങൾ എളുപ്പമാകും. 3, പ്രാർത്ഥിക്കുന്നവർ പാപത്തിൽ വീഴുന്നത് അസാധ്യമാകും. ഈ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നവർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് വിശുദ്ധ ക്രിസോസ്റ്റം സൂചിപ്പിച്ചിട്ടുള്ളത്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വചനമെടുത്താൽ, ഈ ജാതി അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥന. നല്ല പ്രാർത്ഥനയിലൂടെ
അത് സാധ്യമാകത്തുള്ളൂ. വിശുദ്ധര് അതെടുത്തിട്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്ന കാണാൻ പറ്റും. നല്ല പ്രാർത്ഥനയും ഉപവാസവും ഏത് ജാതി അശുദ്ധാത്മാവിനെയും പുറത്താക്കാൻ ഉപകരിക്കും എന്നുള്ളത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പഠനമാണ്. മൂന്നാമത്തെ ഒരു കാര്യം, സാത്താൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ബലിയർപ്പണം. വിശുദ്ധ കുർബാന നന്നായിട്ട് ബലിയർപ്പിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളെ കാണുന്നത് സാത്താന് ഭയമാണ്. പിന്നെ നമ്മൾ എന്തിനു സാത്താനെ പേടിക്കണം? നമ്മെ കാണുമ്പോൾ സാത്താൻ ഭയപ്പെടും. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാമത്തെ വചനം പറയുന്നുണ്ട്, കുഞ്ഞാടിൻ്റെ രക്തം അത് നമുക്ക് സംരക്ഷണവും വിടുതലും നൽകുന്നതാണ്. എവിടെയാണ് നമുക്ക് ഈ രക്തം കിട്ടുക? വിശുദ്ധ ബലിയിൽ. ഹെബ്രായ ലേഖനം 9:14 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആന്തരിക മനുഷ്യനെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നത് യേശുവിൻ്റെ നിഷ്കളങ്കമായ ആ രക്തമാണ്. അതുകൊണ്ട് തന്നെ ബലിയർപ്പണത്തിന് പ്രാധാന്യം കൽപ്പിച്ച് നന്നായിട്ട് ബലിയർപ്പിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സാത്താന് കയറി കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെ കാണുന്നത് സാത്താന് ഭയമാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടായാൽ കെട്ടിയിട്ട ഈ പട്ടിയെ നമ്മളാരും പേടിച്ച് ജീവിക്കേണ്ട ഒരു കാര്യവും വരത്തില്ല. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് പ്രതിഷ്ഠാ ജപത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, സാത്താനെ അമിതമായി ഭയപ്പെടുന്ന വ്യക്തികൾക്ക് ഒരു മോചനം ലഭിക്കുവാനാണ്. വഞ്ചകനും സൂത്രശാലിയും ഞങ്ങളുടെ യഥാർത്ഥ ശത്രുവുമായ പിശാചിനെ പരാജയപ്പെടുത്തിയ യേശുനാഥ, ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സാത്താന് ഞങ്ങൾ ഇടം കൊടുത്തതിലൂടെ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന അവൻ്റെ സ്വാധീന വലയത്തിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവൻ മൂലം ഞങ്ങളുടെ മേൽ നിവധിച്ചിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്നും എല്ലാവിധ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിതരാക്കണമേ. സാത്താൻ്റെ ഉദ്യമം പത്രോസിൻ്റെ മേൽ വിജയം വരിക്കാതിരിക്കാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ, ഞാനും എൻ്റെ കുടുംബവും ലോകം മുഴുവനും സാത്താൻ്റെ ശക്തി വലയത്തിലാകാതെ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായിരിക്കാൻ അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. സാത്താനെ ഭയപ്പെടുന്നതിനേക്കാൾ ആത്മീയ സമരായുധങ്ങളേന്തി അവൻ്റെ മേൽ വിജയം വരിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അതെല്ലാം സഫലമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.